നമസ്കാരം. എനിക്കൊരൽപ്പം കൂടി തരൂ പ്ലീസ്. ആരും നന്നായിട്ടുണ്ടല്ലോ. കൊള്ളാം കൊള്ളാം, നീ ചൂട്ടുന്നതിന് വളരെ നന്നായിട്ടുണ്ട്. എടോ വെയിറ്ററെ, ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കേ. ഈ ആഹാരം വളരെ കുറവാണല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഷെഫ് എന്തുണ്ടാക്കുന്നു അതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് വളരെ കുറവാണല്ലോ. അല്ല, താൻ എങ്ങോട്ടായി പോകുന്നത്? അല്ല, ഞാന് എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഇതില് ഉപ്പ് അല്പം കുറവാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ആഹാരം ശരിയല്ല എന്ന് പറഞ്ഞോളൂ. എന്റെ ഹോട്ടലിൽ നല്ല രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാം. ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഷെഫ് നല്ല ആഹാരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കഴിച്ചോളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ നീ പറയേണ്ടത് പറയും. നീ എന്തായാലും പറഞ്ഞേക്ക്. എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നുണ്ട്. ഇനി സമയമില്ല, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോകേണ്ടതാ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് പണി. ഇനി ഞാൻ വീട്ടിലേക്ക് പോയി ആഹാരം ഉണ്ടാക്കാൻ ഒരുപാട് സമയമാകും. നിങ്ങൾ ഞാൻ പറഞ്ഞു പോയി ഏതെങ്കിലും റെസ്റ്റോറന്റ് ഉണ്ടോ നോക്കി വെക്കാം. അടുത്തത് ഒരു വലിയ റെസ്റ്റോറന്റ് ഉണ്ട് പണി. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പുലാവിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ആഹാരം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സുഹൃത്ത്? ബാക്കിയൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടുത്തെ സൂപ്പ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല 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 ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇഷ്ടപ്പെടാത്തത്? അതൊന്ന് പറഞ്ഞേ. മലയാളിക്ക് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം എന്താണെന്ന് അറിയും. ഞാൻ തന്നെ പറഞ്ഞത്, പക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇവനോടൊരു കാര്യം പറഞ്ഞേക്കാം. അത്രയ്ക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എന്റെ കിച്ചണിലേക്കൊന്ന് വാ. ജോർദാറെ, എല്ലാവരുടെ ബില്ലും നമുക്കേ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ആവശ്യം എന്തായാലും തരാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ആഹാരത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൈ
ഓർമ്മയുണ്ടോ? ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളുടെ മനസ്സിലൊന്നും വെക്കരുതേ. ഉസ്താദ്, നിങ്ങൾ എന്റെ കാലം വലിയ ഉസ്താദാണ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ആഹാരം ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരാളിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് എന്ത് അറിയാമോ അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. പുറത്തു വെച്ച് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി മുതൽ ഞാൻ എന്റെ ഉസ്താദിനോടൊപ്പം തന്നെ കാണും. ഇതെന്റെ ആഗ്രഹമാണ്. ഇയാൾ എന്തൊക്കെയായി ചെയ്തു കൂട്ടിയത്? ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ജോലി തന്നെ വിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അയാൾ നമ്മുടെ പുറകെ കൂടെ നിങ്ങളൊപ്പം വരുമെന്നാണ്. അലി, റോഡിലെന്തിനാണ് ഇങ്ങനെ റെഡ് കാർപ്പറ്റ് ഒക്കെ വിളിച്ചിരിക്കുന്നത്? ഇത് ആരാണെന്ന് എനിക്കറിയാം. ജോർദാറിന്റെ വലിയ ഫാൻ തന്നെയാണ്. അങ്ങോട്ട് നോക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. അയാൾ അയാളുടെ എല്ലാ കൈകൊണ്ടും പണിയെടുക്കുക. സംശയമുണ്ടോ? ബഡി, സ്കൂട്ടർ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ ഓടാം. ഇവന് ഓടി വരുന്നത് അല്പം പ്രയാസമാണ്. ലാഭിച്ചാൽ നമ്മൾ വെള്ളം കുടിക്കണം. എന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കിയാൽ വെള്ളം കുടിക്കണം. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ രക്ഷിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ താങ്ക്സും പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ എന്റെ പുറകെ വരരുത് പ്ലീസ്. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ. നിങ്ങളോടൊപ്പം ചേർന്ന് എനിക്ക് നന്നായിട്ട് പാചകം പഠിക്കണം. ഏതോ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി തന്നെ കൊണ്ട് പഠിക്കാൻ കഴിയുമോ? ബഡി, എന്തെങ്കിലും ചെയ്യാ. ഇവൻ പുറകെ വരുന്ന നിർത്താനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐഡിയ. ഷെഫ്, ഷെഫ്, നിങ്ങളുടെ ഉസ്താദിന് വേണ്ടി ഐസ്ക്രീം ആയിക്കൊണ്ടുവരാൻ കഴിയില്ലേ? എന്തുകൊണ്ട് കഴിയില്ല? ഇപ്പൊ വാങ്ങിട്ട് വരാം. എന്തായാലും ഇവിടെ എത്തിയല്ലോ. നമുക്ക് സാധനങ്ങളൊക്കെ ഉടനെ വാങ്ങിയേക്കാം. സാധനങ്ങളുടെ ലിസ്റ്റ്. നിങ്ങൾ എന്തായാലും സുഖമായിട്ടിരിക്കാം. നിങ്ങൾക്കുള്ള സാധനങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കില്ല. ഉസ്താദിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ പുറകെ വരാതിരിക്കില്ല. എടാ ബണ്ണി, വേഗം സ്കൂട്ടർ എടുത്തോ. എടാ, ഒന്നും മിണ്ടാതിരിക്കാൻ നോക്ക്. ഇവൻ വല്ലാത്തൊരു ശല്യമായവിടെ. ഈ സ്കൂട്ടർ എങ്ങനെ പോയാലും ഞാൻ ഇതിന്റെ പുറകിൽ ഉണ്ടാകും. കാരണം എല്ലാവരും എന്നെ ചിക്കു എന്നാണ് വിളിക്കാറ്. എടാ മണ്ട, സ്കൂട്ടറിന്റെ മുന്നിൽ നിന്ന് മാറ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നീ എന്തായാലും സ്കൂട്ടറിനെ എയറോപ്ലെയിൻ ആക്കി മാറ്റിയുള്ള ബണ്ണി. വീണ്ടും ഒരു താങ്ക് യു. ഇതെന്റെ കടമയാണ്. എന്റെ ഉസ്താദിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് പാചകം എന്തായാലും എന്റെ ഉസ്താദ് പഠിപ്പിച്ചു തരും. നോക്ക്, ഇങ്ങനെയൊക്കെ ചെയ്ത് ആരും ഒന്നും തന്നെ പഠിക്കാൻ കഴിയില്ല. ഷെഫ്, ഇങ്ങനെയൊക്കെ സംസാരിച്ച ആരും പാചകം പറഞ്ഞു തരില്ല. പറഞ്ഞു തരുന്ന ആൾക്ക് എന്തായാലും പറഞ്ഞു തരാൻ ഒരു മനസ്സുണ്ടാവണമല്ലോ. സംശയമുണ്ടോ? ദേ നോക്ക്, നീ ഉണ്ടാക്കുന്ന പാചകം നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ വന്നത്. പക്ഷെ ആർക്കും തന്നെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എനിക്കാണോ തെറ്റുപറ്റിയത്? എനിക്ക് പാചകം ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ വളരെ സ്നേഹത്തോടെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്. നീ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കാൻ നോക്ക്. തെറ്റ് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് നന്നാവാൻ കഴിയുക? ആഹാരം അഹങ്കാരത്തോടെയല്ല, സ്നേഹത്തോടെ ഉണ്ടാക്ക്. അങ്ങനെ ചെയ്താൽ നീ ഉണ്ടാക്കുന്ന ആഹാരം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. എനിക്ക് എല്ലാ തെറ്റുകളും മനസ്സിലാക്കി തന്നു. ഉസ്താദാണ് എന്റെ വലിയ ഉസ്താദ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തായാലും പോവുകയാണ്. ഇനി ഞാൻ എല്ലാവർക്കും സ്നേഹത്തോടെ തന്നെ ആഹാരം ഉണ്ടാക്കും. ഞങ്ങൾ നിന്നെ കൊണ്ടുവന്നാക്കാം. നീ എങ്ങനെ പോകാൻ പോകുന്നേ? ട്രെയിനിലാണ് പോകാൻ പോകുന്നത് അതോ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്? ഇതെന്തായാലും ഒരു കഠിനമായ ചോദ്യമാണ്. ഉസ്താദ്, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു മണ്ടൻ തന്നെയാണ്.